VST Pubert Maestro 55P 7 HP പെട്രോൾ എഞ്ചിൻ്റെ ആപ്ലിക്കേഷൻസാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ് ക്വാളിറ്റിയോടെ നിർമ്മിച്ചിരിക്കുന്ന എഞ്ചിനാണ്. ഇതിൻ്റെ ഡ്രൈ ലാൻഡ് ആപ്ലിക്കേഷൻ, വെറ്റ് ലാൻഡ് ആപ്ലിക്കേഷൻ, സ്പ്രേയർ, മരുന്നടിക്കാനുള്ള സ്പ്രേയർ, വാട്ടർ പമ്പിംഗ്, ട്രോളി ഫിറ്റിംഗ് എന്നിവയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യമായി ഇതിൽ ഡ്രൈ ലാൻഡ് ഓപ്പറേഷൻ, ഉണങ്ങിക്കിടക്കുന്ന സ്ഥലം ഉഴുതു മറിച്ചിടാൻ വേണ്ടി ടയർ മാറ്റി ബ്ലേഡ് ഫിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മറ്റുള്ള ഫ്രണ്ട് റോഡ് ടില്ലറുകളെ പോലെ തന്നെ കൈകൊണ്ട് വലിച്ച് സിമ്പിളായി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഡീസൽ എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീകംപ്രഷൻ ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു പ്രൊസീജിയർ ഇതിലില്ല. അപ്പോൾ പെട്രോൾ എഞ്ചിൻ ഏതൊരു കസ്റ്റമർക്കും, ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരാൾക്കും, മിനിമം ആരോഗ്യമുള്ള ആൾക്കും സിമ്പിളായി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പെട്രോൾ എഞ്ചിന് വൈബ്രേഷൻ വളരെ കുറവാണ്. വൈബ്രേഷൻ കുറവും പവർ കൂടുതലുമാണ്. അതിനാൽ ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു കർഷകന് അവന് വേണ്ട ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്, പവർ ഔട്ട്പുട്ടും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈബ്രേഷൻ കുറവായതിനാൽ യൂസ് ചെയ്യാനും എളുപ്പമാണ്. അങ്ങനെയുള്ള ഒരു ടെക്നോളജിയാണ് നമ്മുടെ പ്യൂബർട്ട്, VST പ്യൂബർട്ട് കൊടുത്തിരിക്കുന്നത്. 6 HP പെട്രോൾ എഞ്ചിൻ ആയതിനാൽ നമുക്ക് ഇതിൽ വാട്ടർ പമ്പ്, സ്പ്രേയർ എന്നിവയെല്ലാം ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. VST പ്യൂബർട്ട് മൈസ്ട്രോ ഈ മെഷീന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ പിൻഭാഗത്തുള്ള PTO ഷാഫ്റ്റ്. ആ PTO ഷാഫ്റ്റ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന കവർ അഴിക്കുമ്പോൾ നമുക്ക് ആ PTO ഷാഫ്റ്റ് കാണാവുന്നതാണ്. ആ PTO ഷാഫ്റ്റിലേക്കാണ് നമ്മൾ വാട്ടർ പമ്പ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് ഡ്രൈവ് ആയതിനാൽ പവർ ലോസ് വളരെ കുറവാണ്. അതിനാൽ ഈ PTO ഷാഫ്റ്റിൽ എൻജിനിൽ എത്രത്തോളം പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അത്രയും പവർ ഈ PTO ഷാഫ്റ്റിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ പവർ ഫുള്ള് നമുക്ക് വാട്ടർ പമ്പിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കാവുന്നതാണ്. അത് ഫിറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്, ഈ ഭാഗത്ത് കാണിക്കുന്നത്.
ഈ ഭാഗത്ത് കാണിക്കുന്നത് ഇതിൻ്റെ വെറ്റ്ലാൻഡ് ആപ്ലിക്കേഷനാണ്. ചെളിയുള്ള ഭാഗങ്ങളിൽ, അതായത് നെൽവയലുകളിൽ പാടം റെഡിയാക്കാൻ വേണ്ടി ഏകദേശം ഒരു സാധാരണ കർഷകന്, കേരളത്തിലെല്ലാ കർഷകരും കുറച്ച് വയലുള്ളത്, കുറച്ച് കരപ്രദേശങ്ങളോ അങ്ങനത്തെ കർഷകരായിരിക്കും. അങ്ങനെയുള്ളൊരു കർഷകന് അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നെൽവയലുകളിൽ നന്നായി പള്ളി ചെയ്യാൻ വേണ്ടി ഈ മെഷീനിൽ ബ്ലേഡ് മാറ്റി കേജ് വീൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മൾട്ടി ലിപ് ടൈപ്പ് സീൽ, ഓയിൽ സീല് വെള്ളം ഉള്ളിലേക്ക് പോകാതെ അതിനെ തടഞ്ഞു നിർത്തി എഞ്ചിനും ഗിയർ ബോക്സിനും നല്ല ലൈഫ് നൽകുന്നു. ഇതിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വാട്ടർ പമ്പിനോടൊപ്പം തന്നെ നമുക്ക് സ്പ്രെയർ ഫിറ്റ് ചെയ്യാവുന്നതാണ്. HTP സ്പ്രെയർ. ആ സ്പ്രെയർ ഫിറ്റ് ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ഒരു ചെറിയ നെൽവയലാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കവുങ്ങും തോട്ടം, തെങ്ങും തോട്ടം, മാവും തോട്ടം, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം പെസ്റ്റിസൈഡുകൾ, കളനാശിനികളൊക്കെ തളിക്കാൻ വേണ്ടി ഈ ഒരേ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കിത് മൾട്ടി പർപ്പസായി ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഏകദേശം ഒരു 10 അടിയോളം ഉയരത്തിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു കവുങ്ങിൻ്റെ മുകളിലെല്ലാം സ്പ്രേ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നെൽപ്പാടങ്ങളിൽ വരമ്പുകളിലൊക്കെ സ്പ്രേ ചെയ്യണമെങ്കിൽ
ഇതിൻ്റെ ഈ ടൈപ്പ് സ്പ്രെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി നമുക്ക് സ്പ്രേ ചെയ്ത് കളനാശിനികളും കീടനാശിനികളും ഒക്കെ അടിക്കാവുന്നതാണ്. മറ്റുള്ള മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വൈബ്രേഷൻ വളരെ കുറവാണെന്ന്. അതിനാൽ എത്ര പ്രായം കുറഞ്ഞ ആളുകൾക്കാണെങ്കിലും ഇത് സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പ്രായം കുറഞ്ഞ ആളാണെങ്കിലും ഇപ്പോൾ 50 വയസ്സിന് മേളിലുള്ള ആളാണെങ്കിലും ഇതിൻ്റെ ഹൈ സ്പീഡ്, ലോ സ്പീഡ്, ഇതിന് 3 സ്പീഡാണുള്ളത്. ഹൈ സ്പീഡ്, ലോ സ്പീഡ്, ഒരു റിവേഴ്സ്. ഈ 3 സ്പീഡുകളിലും അധികം വൈബ്രേഷനൊന്നും ഇല്ലാതെ ആവശ്യമുള്ള പവർ ഔട്ട്പുട്ടിൽ നമുക്ക് ഈസിയായി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ കാണിക്കുന്നത് ട്രോളി ആപ്ലിക്കേഷനാണ്. ഏകദേശം 500 കിലോയോളം ഭാരം വരുന്ന സാധനങ്ങൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, നമ്മുടെ തോട്ടങ്ങളിൽ കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ ഫിറ്റ് ചെയ്യാം, ട്രോളി ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ആപ്ലിക്കേഷനും VST PureBird Maestro കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്.